നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെ ബാലൻ സഖാവ് എപ്പോൾ വന്ന് രണ്ട് ഡയലോഗ് അടിച്ചാലും മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം എയറിൽ പോകും. പതിവ് തെറ്റിച്ചിട്ടില്ല. വീണ്ടും വന്ന് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൃത്യം പോലെ ട്രോളന്മാർ എടുത്തിട്ട് കുടഞ്ഞുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഈ അടുത്ത കാലത്തായിട്ട് മണ്ടത്തരം പറയുന്നവരെ എല്ലാം AKG സെന്ററിൽ പൂട്ടിയിടാനാണ് പിണറായി വിജയൻ ഉത്തരവിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരുന്നപ്പോൾ ഏറ്റവും വലിയ തലവേദനയായി മാറിയ MV ഗോവിന്ദനെ പിടിച്ചു പൂട്ടിയിട്ടിരുന്നല്ലോ AKG സെന്ററിൽ. തളിപ്പറമ്പിൽ മത്സരിച്ച PK ശ്യാമളയ്ക്ക്, അതായത് സ്വന്തം ഭാര്യയുടെ പ്രചാരണ പരിപാടിക്ക് പോലും MV ഗോവിന്ദനെ തുറന്നു വിട്ടിരുന്നില്ല. വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഒന്ന് പൂട്ട് തുറന്നു വിട്ടത്. പിന്നീട് രംഗത്തേക്ക് വന്ന് നിന്ന് വൻപിച്ച വിജയത്തിൽ CPM ജയിക്കും എന്നൊക്കെ MV ഗോവിന്ദൻ തള്ളിമറിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നല്ലോ. അതുപോലെ AK ബാലനെയും ഒരു വനവാസത്തിന് പറഞ്ഞു വിട്ടിരിക്കുകയായിരുന്നു പിണറായി വിജയൻ. അധികമൊന്നും ആരോട് സംസാരിക്കാൻ നിൽക്കണ്ടായെന്നും മാധ്യമങ്ങൾ കയറി വളഞ്ഞാൽ തട്ടിയും മുട്ടിയും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടോണം എന്നൊക്കെ ആയിരുന്നു നിർദ്ദേശം. പക്ഷെ എന്ത് ചെയ്യാനാണ്, മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ AK ബാലൻ സഖാവ് പലതും വിളിച്ചു കൂവും. അങ്ങനെ പറഞ്ഞ ഒരു ഡയലോഗാണ് ഇപ്പോൾ CPM-ന് വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചടി എന്ന് പറയുമ്പോൾ വലിയ ട്രോളാണ് CPM ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂര അടിയാണ് നടക്കുന്നത്. ഇതിനെ ട്രോളിക്കൊണ്ടാണ് AK ബാലൻ ചിലതൊക്കെ പറഞ്ഞത്. CPM-ന്റെ സൈബർ ഗ്രൂപ്പുകൾ ഈ കോൺഗ്രസിലെ കസേരയ്ക്ക് വേണ്ടിയുള്ള അടി വലിയ ട്രോളാക്കി അവരെ സൈബർ ഇടത്തിൽ താറടിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ആത്മസംതൃപ്തി കണ്ടെത്തുകയായിരുന്നു CPM-കാർ. അതായത് തുടർഭരണം ഇല്ല എന്നുള്ള ചില പ്രഖ്യാപനങ്ങൾ, വാദങ്ങൾ കേൾക്കുന്നത് CPM-ന് വല്ലാതെ വെറി പിടിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി, ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി, ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസിലെ കസേരയടി ഇവർ ട്രോളാക്കുന്നത്. എന്നാൽ AK ബാലൻ സഖാവ് വന്ന് അതെല്ലാം തകിടം മറിച്ചു. ഗർഭം ഉണ്ടാകുന്നതിന് മുൻപേ കുട്ടിയുടെ ജാതകം നോക്കുകയാണ് കോൺഗ്രസ് എന്നുള്ള പരിഹാസമായിരുന്നു AK ബാലൻ നടത്തിയത്. എന്നാൽ അതിന് ഓൺ ദ സ്പോട്ടിൽ കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളൊക്കെ AK ബാലന് മറുപടി കൊടുത്തു. നിനക്കൊന്നും ഇനി അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകാൻ പോകുന്നില്ലെന്നും അപ്പോൾ പിന്നെ ജാതകം നോക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെയാണ് AK ബാലന് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇക്കുറി നിങ്ങൾ കളത്തിന് പുറത്താണെന്നും ഇനി അധികാരം കിട്ടും എന്നുള്ള വ്യാമോഹം എട്ടായി മടക്കി അങ്ങ് പോക്കറ്റിൽ ഇട്ടോളൂ എന്ന് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകൾ ട്രോളുകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ CPM വല്ലാത്ത ഒരു അരിശം പൂണ്ടിരിക്കുകയാണ്. അതായത് അധികാരം കിട്ടില്ല എന്നുള്ള പറച്ചിൽ അത് സഹിക്കാനാകുന്നില്ല CPM-ന്. അങ്ങനെ ഒരു പ്രസ്താവന കേൾക്കാനേ കഴിയുന്നതല്ല CPM-ന്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് മതിച്ചു പുളയ്ക്കുകയാണല്ലോ അധികാരത്തിൽ. പ്രതിപക്ഷത്ത് പോയി ഇരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ശാപവാക്കുകളും ജനങ്ങൾ നിങ്ങളെ തോട്ടിലെറിഞ്ഞു എന്നുള്ള ചില വാദങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. AK ബാലന് ഇപ്പോൾ കൃത്യമായ ചില മറുപടികൾ കൊടുത്തുകൊണ്ട് ചിലരൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതിലൊരാൾ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രസവം നിലച്ച LDF-ന് എന്തിന് വയറ്റാട്ടി എന്നാണ് AK ബാലന് മറുപടി കൊടുത്തിരിക്കുന്നത്. ഗർഭം ഉണ്ടാകും മുൻപേ കുട്ടിയുടെ ജാതകം നോക്കുന്നുവെന്നാണ് AK ബാലൻ UDF-നെ പരിഹസിക്കുന്നത്. ശരിയാണ്, ബാലന് അത്ര ബുദ്ധിയേ ഉള്ളൂ. വന്ധ്യത ബാധിച്ച പാർട്ടിയാണ് CPM. കേരളവും അങ്ങോട്ടാണ് പോകുന്നതെന്ന് മാർക്സിസ്റ്റ് പണ്ഡിതന്മാർ വർഷങ്ങൾക്ക് മുൻപേ പ്രവചിച്ചിരുന്നതാണ്. CPM അത് മുഖവിലക്കെടുത്തില്ല. അതുകൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ ചെങ്കൊടിയുടെ ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിയാത്തത്. പക്ഷേ പഴി UDF-നാണ്. എന്ത് പിഴച്ചു UDF? വന്ധ്യതയെ മറികടക്കാൻ തുടർച്ചയായി ശ്രമിച്ചിട്ടും ഇനി ഒരു കുഞ്ഞ് ജനിക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് ഡോക്ടർമാർ പ്രവചിച്ചത് കണ്ട് അമ്പരന്നിരിക്കുകയാണ് CPM. ചില മരുന്നുകൾ പോലും ഗർഭധാരണത്തിന് പശ്ചിമ ബംഗാളിൽ പരീക്ഷിച്ചു നോക്കിയതാണ്. AK ബാലനെ പോലുള്ള പതിച്ചികൾക്ക് ഇത് സുവർണ അവസരമാണ്. ഇങ്ങനെ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് CPM-ന്റെ സ്ഥിരം വിമർശകനായ ശക്തിധരനാണ്. അതായത് ഈ പാർട്ടിക്ക് വന്ധ്യത ബാധിച്ചിരിക്കുന്നു എന്ന് AK ബാലനെ വിമർശിച്ചുകൊണ്ട് ശക്തിധരൻ പറയുമ്പോൾ ഈ പാർട്ടി നിലം പതിച്ചിരിക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ പാർട്ടിയെ ഒരു കാലത്ത് സ്നേഹിച്ചിരുന്നവർ ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതേ AK ബാലൻ ഈ CPM-ന്റെ അവസ്ഥ എന്താണ് എന്ന് ഒരു തവണ പറഞ്ഞത് കേരളം കേട്ടതായിരുന്നല്ലോ. ഇനി വരും കാലത്ത് മരപ്പട്ടിയുടെയും ഈനാമ്പേച്ചിയുടെയും ഒക്കെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഉണ്ടാകുമോ എന്ന് ബാലൻ സഖാവ് വിളിച്ചു കൂവുന്നത്, നിലവിളിക്കുന്നത് നമ്മൾ കേരളം കേട്ടതാണല്ലോ. അതായത് പാർട്ടി ചിഹ്നം പോലും പോകും എന്നുള്ള ഗതികേട്, ആ ഒരു ഗതികേടിനെ പൊതുമധ്യത്തിൽ പറയാതെ പറഞ്ഞു പോയി AK ബാലൻ. അതാണ്
പിന്നീട് CPM-ന് നേർക്ക് ഈനാമ്പേച്ചി മരപ്പട്ടി എന്നുള്ള ട്രോളുകൾ വന്നത് നമ്മൾ കണ്ടതായിരുന്നല്ലോ. അത്രത്തോളം ഗതികേട് ഈ പാർട്ടിക്ക് ഉണ്ടായി എന്ന് വ്യക്തമാക്കിയ ബാലൻ സഖാവാണ് ഇപ്പോൾ തൊട്ടപ്പുറത്ത് അവിടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അവർ അടിപിടി നടത്തുകയാണെന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് ജനങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പിടിപ്പുകേടുകൾ എന്നാണ് നിങ്ങൾ ഒന്ന് സ്വയം തിരിച്ചറിയുന്നത്? ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു വലിയ വാസ്തവം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും സ്വന്തം തെറ്റ് മനസ്സിലാക്കാതെ തിരുത്താൻ തയ്യാറാണ് എന്ന് പറയാതെ ഇപ്പോഴും അഹങ്കാരവും ധാർഷ്ട്യവും കൊണ്ട് നടക്കുകയാണ്. AK ബാലൻ്റെയൊക്കെ സ്വരത്തിൽ നിന്ന് അതാണല്ലോ നമുക്ക് വ്യക്തമാകുന്നത്. എത്ര കിട്ടിയാലും പഠിക്കില്ല, ബംഗാളും ത്രിപുരയും ഒന്നും ഇവിടെ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പാർട്ടിയെ നെഞ്ചോട് ചേർത്തിരുന്ന ഒരു കൂട്ടം ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് CPM ആയിരുന്നല്ലോ. അവരുടെ എത്ര നേതാക്കളാണ് പുറത്തേക്ക് പോയത്? കണ്ണൂരിൽ എത്ര ബോംബാണ് പൊട്ടിയത്? പാർട്ടിയുടെ നെഞ്ചത്തിട്ട് പൊട്ടിച്ചാണ് പല നേതാക്കളും പുറത്തേക്ക് പോയത്. TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഒക്കെ ഈ പാർട്ടിക്ക് അത്രത്തോളം വേണ്ടപ്പെട്ടവരായിരുന്നു. അവരൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് മടുത്താണ് ഇറങ്ങിപ്പോയത്. അതുമാത്രമല്ല, അവരൊക്കെ സ്വതന്ത്രരായി പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതായത് അതൊന്നും മനസ്സിലാക്കാതെ ഇപ്പോഴും മറ്റുള്ളവരുടെ കണ്ണിലെ കോലെടുക്കാൻ നടക്കുകയാണ് CPM-കാർ. സ്വന്തം കണ്ണിൽ അതിലും വലിയ കോലാണ് കിടക്കുന്നത്. ചിലപ്പോൾ തൊട്ടപ്പുറത്തുള്ളവന്റെ കണ്ണിൽ ഒരു കരടായിരിക്കും. എന്നാൽ സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ അടുത്തവന്റെ കണ്ണിലെ കരടെടുക്കാനാണ് ഇവർക്ക് തിടുക്കം. ഈ പറയുന്നത് പോലെ തന്നെ അവിടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പൊരിഞ്ഞ അടിയായിരിക്കും നടക്കുന്നത്. അതിന് AK ബാലൻ സഖാവ് ഇങ്ങനെ ട്രോളാൻ നിന്ന് കഴിഞ്ഞാൽ ട്രോള് മുഴുവൻ നിങ്ങളുടെ നെഞ്ചത്തിട്ടായിരിക്കും കിട്ടുന്നത്. കാരണം അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊന്നുണ്ട്. മുഖ്യമന്ത്രി കസേര, നീ മുഖ്യമന്ത്രി ആകണ്ട, ഞാൻ ആയിക്കൊള്ളാം എന്ന് പറയാൻ ഒരു സ്വാതന്ത്ര്യം വേണമല്ലോ. അത് ആ കോൺഗ്രസിൽ അല്ലെങ്കിൽ UDF-ൽ ഉണ്ട്. അവർ പരസ്പരം തമ്മിലടിക്കും. പക്ഷെ തൊട്ടിപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? പിണറായിക്ക് ശേഷം ഒരു പിൻഗാമിയെ പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പിണറായിക്ക് ശേഷം ആരാണ്? എന്തുകൊണ്ട് നിങ്ങൾക്കൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാനില്ല? ഇപ്പോഴും ഒരു പിണറായി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പാർട്ടി പിൻഗാമിയെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഒരു ഏകാധിപതിയെ പോലെ പിണറായി മാറുകയാണ്. അതിനെ നിങ്ങളെല്ലാം പഞ്ചപുച്ഛമടക്കി അനുസരിച്ച് നിൽക്കുന്നു, ഏതാണ്ട് അടിമകളെ പോലെ. അടിമത്തത്തിനെതിരെയൊക്കെ വലിയ ശബ്ദം ഉയർത്തിയവരാണ്. അക്കൂട്ടരാണ് ഇന്ന് ഒരാൾക്ക് മുൻപിൽ അടിമയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ശക്തിധരൻ മറ്റൊരു പോസ്റ്റ് കൂടി പങ്കുവച്ചിരുന്നു. അത് UDF-നെ കുറിച്ചാണ്. അതുകൂടി നമുക്കൊന്ന് നോക്കണം. KC വേണുഗോപാലിന് നറുക്ക് വീഴുമോ? അതായത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടി നടക്കുമ്പോൾ പ്രധാനമായും ഇപ്പോൾ UDF-ൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന പേരുകൾ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ ശക്തിധരൻ ചോദിക്കുകയാണ് KC വേണുഗോപാലിന് നറുക്ക് വീഴുമോ എന്ന്. ആര് സമരം ചെയ്യുന്നുവോ അവർ ജീവിക്കുന്നു എന്നാണ് വിക്ടർ ഹ്യൂഗോ എഴുതിയിട്ടുള്ളത്. അത് ലോക്സഭാ MP KC വേണുഗോപാലിന്റെ കാര്യത്തിലും അന്വർത്ഥമാകാനാണ് സാധ്യത. നേരിനൊപ്പം പോരാട്ടങ്ങൾ, നിലപാടുകൾ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഇന്ന് പുസ്തക ദിനത്തിൽ പ്രകാശനം ചെയ്യുന്നത് ശ്രദ്ധേയമാണ്. ഇത് ശക്തിധരൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ച പോസ്റ്റാണ്. അദ്ദേഹത്തിന്റെ നിയമസഭ, രാജ്യസഭ, ലോക്സഭാ പ്രസംഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവയാണ് ഇതിലെ ഇതിവൃത്തം. പുതിയ ചുമതലകളിലേക്ക് വേണുഗോപാൽ പ്രവേശിക്കുന്നതിന്റെ നാന്ദിയായാണ് ഇതെന്ന് പറയാം. കേരള രാഷ്ട്രീയം പുതിയ വഴിത്തിരിവിലേക്ക് മാറുകയാണ്. ഇതിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി ഇടപെടണം. അതിനുള്ള സാധ്യത കുറവാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചങ്ക് യഥാർത്ഥത്തിൽ KC വേണുഗോപാലായിരുന്നു. VD സതീശൻ നിർദ്ദേശിച്ച 1-2 സ്ഥാനാർത്ഥികളും രമേശ് ചെന്നിത്തലയുടെ വിരലിൽ എണ്ണാവുന്നവരും ഒഴികെ മുഴുവൻ സ്ഥാനാർത്ഥികളും KC വേണുഗോപാൽ നിർദ്ദേശിച്ചവരാണ്. അതിൽ 50-ലേറെ പേർ വിജയിക്കുമെന്നാണ് പ്രാഥമിക കണക്ക്. അത് 85 വരെ പോകാം. സ്വാഭാവികമായും മുഖ്യമന്ത്രി പദവി ലഭിക്കാൻ ഇത് ധാരാളം മതി. സതീശന്റെ ചുണ്ടിനും കപ്പിനും ഇടയിലുള്ള അകലം ഇപ്പോഴും മാറിയിട്ടില്ല. എഴുതാനുണ്ട് കൂടുതൽ. അല്പം കാത്തിരിക്കുക. കേരളത്തിൽ വന്നു കണ്ടു കീഴടക്കിയെന്ന് KC വേണുഗോപാലിന് അവകാശപ്പെടാം. 3 തെരഞ്ഞെടുപ്പിനുള്ള ആൾബലം KCയുടെ ഒപ്പമുണ്ടായിരുന്നു. എല്ലാവരും അത് ലോക്സഭ MP KC വേണുഗോപാലിന്റെ കാര്യത്തിലും അന്വർത്ഥമാകാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പിൽ എല്ലാം ആസൂത്രണം ചെയ്തത് താനാണെന്ന അമിത അവകാശവാദം തിരിഞ്ഞുകൊള്ളുമെന്ന് പലരും ചൂണ്ടിക്കാട്ടിയെങ്കിലും സതീശൻ ഇത്രത്തോളം തിരിച്ചടി പ്രതീക്ഷിച്ചില്ല. സതീശനെയോ ചെന്നിത്തലയെയോ KC വേണുഗോപാൽ അടുപ്പിച്ചില്ല എന്നതാണ് സത്യം. ചരിത്ര വിജയമുണ്ടായാൽ വേണുഗോപാലിന്റെ മോഹം നടക്കുമോ എന്നതും കണ്ടറിയണം. രാഹുൽ ധർമ്മസങ്കടത്തിലാകും. ഇതായിരുന്നു
ശക്തിധരൻ പങ്കുവച്ച പോസ്റ്റ്. അതായത് 3 പേരുടെ പേരുകളുമാണ് ശക്തിധരനും പറയുന്നത്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അതിന് യോഗ്യൻ KC വേണുഗോപാൽ ആണ് എന്ന് പറയാതെ പറയുകയാണ് ശക്തിധരൻ. എന്നാൽ തൊട്ടപ്പുറത്ത് RCയും VDയും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണണം ആരധികാരം പിടിക്കും എന്നുള്ളത്. CPMന് ചിലപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാലോ? ശക്തിധരൻ പറയുന്നത് അതുപോലെ സംഭവിക്കുകയാണെങ്കിൽ അധികാരം കിട്ടാൻ പോകുന്നത് ഈ പറയുന്ന UDFനായിരിക്കും. അല്ല, ജനങ്ങൾ തീരുമാനിക്കുകയാണ് എങ്കിൽ വീണ്ടും ഒരു തുടർ ഭരണം. എന്തായാലും അതിന് മെയ് 4 വരെ കാത്തിരിക്കണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.